ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് സിദ്ര ഹോസ്പിറ്റലിലെ വേക്കൻസീസിനെ കുറിച്ചാണ് കേട്ടോ. ഒത്തിരി ANMക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റില് ഒരു ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സിന്റെ ഒരു ഓപ്പണിംഗ്സ് അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് 2 ഇയർ ഡിപ്ലോമയാണ് കേട്ടോ. 2 ഇയർ ഡിപ്ലോമ പ്ലസ് 2+ ഇയേഴ്സ് എക്സ്പീരിയൻസ്. ഇതാണ് അതിന്റെ റിക്വയർമെന്റ്സ്. എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് 2 ഇയർ ANM മതി, അത് കൂടെ 2 ഇയർ എക്സ്പീരിയൻസും കൂടെ വേണം കേട്ടോ. പിന്നെ QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം, BLS സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വേണം. അതുപോലെ തന്നെ അവർ കുറച്ച് കാര്യങ്ങൾ അതിന്റെ റിക്വയർമെന്റ്സ് അതിന്റെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ബേസിക് റിക്വയർമെന്റ്സ്. പിന്നെ കമ്പ്യൂട്ടറിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അവർ അതിനകത്ത് പറയുന്ന റിക്വയർമെന്റ്സ് കേട്ടോ. അപ്പൊ ANM കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഒക്കെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കയറിയിട്ട് ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ് എന്നുള്ള പൊസിഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വേറെ കുറെ വേക്കൻസീസ് അവരുടെ സൈറ്റിൽ കിടപ്പുണ്ട്. 1-2 വേക്കൻസീസിനെ കുറിച്ച് ഞാൻ പറയാം. അടുത്തത് ടെക്നോളജിസ്റ്റിനെ കുറിച്ചാണ് കേട്ടോ. ടെക്നോളജിസ്റ്റിനുള്ള വേക്കൻസിയാണ് ഇമ്മ്യൂണോ കെമിസ്ട്രി. അതാണ് ആ പോസ്റ്റിന്റെ പേര് കേട്ടോ. ടെക്നോളജിസ്റ്റ് ഇമ്മ്യൂണോ കെമിസ്ട്രി. അതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മുടെ ബാച്ചിലർ ഡിഗ്രി ഇൻ ബയോളജിക്കൽ സയൻസ്, അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി സയൻസ്, അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നോളജി. ഇതിൽ ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി മതി കേട്ടോ. അപ്പോൾ ലബോറട്ടറി ടെക്നോളജി ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് കേട്ടോ, ബാച്ചിലർ കഴിഞ്ഞവർക്ക്. അത് കൂടാതെ അതിന് എക്സ്പീരിയൻസ് ഒക്കെ അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് റിക്വയർമെന്റ്സ് അവർ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ സൈറ്റിൽ കയറിയിട്ട് അതിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് അവരതിന് പറയുന്നത്. അപ്പോൾ ഈ ജോബ് നോക്കുന്നവരൊക്കെ സിദ്ര ഹോസ്പിറ്റലിലെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യാം കേട്ടോ. 2 വർഷത്തെ എക്സ്പീരിയൻസ് പ്ലസ് ബാച്ചിലർ ഡിഗ്രി ഇൻ ബയോളജിക്കൽ സയൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറിയിൽ ഒക്കെ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത പോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാല് വേറൊരു റിസർച്ച് സ്പെഷ്യലിസ്റ്റിന്റെ ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ആരാണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിസർച്ചിന്റെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. അതിനും ഇതുപോലെ അതിന്റെ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ബയോടെക്നോളജി ഓർ റിലവന്റ് ഫീൽഡ് പ്ലസ് 3+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് റിസർച്ചറിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് അവർ ചോദിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി കിടപ്പുണ്ട്. പിന്നെ ക്ലിനിക്കൽ നേഴ്സിന്റെ വേക്കൻസി കിടപ്പുണ്ട്. മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റിയിലുള്ള ക്ലിനിക്കൽ നഴ്സസിന്റെ വേക്കൻസി സിദ്ര ഹോസ്പിറ്റലിലുണ്ട് കേട്ടോ. പിന്നെ ക്ലിനിക്കൽ നേഴ്സ് പീഡിയാട്രിക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ക്ലിനിക്കൽ നേഴ്സിന്റെ വേക്കൻസി അവരുടെ സൈറ്റിലുണ്ട്. അപ്പോൾ ജോലി നോക്കുന്നവരൊക്കെ അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, ഈ പറഞ്ഞ പോസ്റ്റൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ അനലിസ്റ്റിന്റെ വേക്കൻസി കിടപ്പുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ബാച്ചിലർ ഡിഗ്രി പ്ലസ് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് കേട്ടോ അനലിസ്റ്റിന്റെ പോസ്റ്റ്. അതായത് ഹെൽത്ത് ഇൻഫോർമേഷനിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് അനലിസ്റ്റിന്റെ പോസ്റ്റ്. ഇതൊക്കെ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കിടപ്പുണ്ട്, കാരിയർ സൈറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ ജോലി അന്വേഷിക്കുന്നവരുടെ സിദ്ര ഹോസ്പിറ്റലിന്റെ കാരിയർ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ, എന്നിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ വേക്കൻസി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. അത് ഒരു മെയിൽ ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ വേക്കൻസി ഇവിടെ ഒരു ആസ്പെയർ ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞു, ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. QCHP ലൈസൻസ് എടുക്കാൻ എലിജിബിൾ ആയിരിക്കണം. ഇനി ഖത്തറിലുള്ളവരാണെങ്കിൽ NOC ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് അവർ അതിന്റെ കുറച്ച് റിക്വയർമെന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആരെങ്കിലുമൊക്കെ ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ വേക്കൻസി നോക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് കമന്റ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഇൻഫർമേഷൻ ഈ വേക്കൻസിനെ കുറിച്ച് അറിയേണ്ടവരുണ്ടെങ്കിൽ എനിക്ക് കമന്റ് അയക്കുക, വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടുക, ഞാൻ അതിന് റിപ്ലൈ അയക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഒരു കിൻഡർ ഗാർഡൻ ടീച്ചറിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നാട്ടിൽ നിന്നുള്ളവർക്കും അപ്ലൈ ചെയ്യാം, ഖത്തറിൽ ജോലി നോക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന്റെ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് ഡിഗ്രി പ്ലസ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മോണ്ടിസോറി എന്ന് പറഞ്ഞ ആ കോഴ്സില്ലേ,
അങ്ങനെയുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യാം. അപ്പൊ അവർ വിസ കൊടുക്കുന്നുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പൊ കിൻഡർ ഗാർഡൻ ടീച്ചറിന്റെ വേക്കൻസി ഒക്കെ ആരെങ്കിലും നോക്കുന്നവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മെഡിക്കൽ ടെക്നോളജിസ്റ്റിന്റെ വേക്കൻസി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഒക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ജോലി അന്വേഷിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.